മീര മനോജാണ്. നമുക്ക് മീര ചേച്ചിയോട് തന്നെ ചോദിക്കാം ഇന്നത്തെ സെഗ്മെന്റിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ടി ചേച്ചി ചെയ്തു തരാൻ പോകുന്നത്. ചേച്ചി വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ചേച്ചി ഇന്ന് നമ്മളപ്പോൾ എന്താ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമുക്കൊരു ചെട്ടിനാട് ഐറ്റം ഉണ്ടാക്കാം. ചെട്ടിനാടാണ്. ഓക്കെ, ചെട്ടിനാട് നോണാണ്. ചെട്ടിനാട് ചിക്കനാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെട്ടിനാട് ക്യൂസിൻസിന്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ഭയങ്കര സ്പൈസിയാണ്. പിന്നെ വേൾഡ് ഫേമസ് ആണ് ചെട്ടിനാട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ തന്നെ. നോട്ട് ഇൻ കേരള, ഇന്ത്യയിലും അതിന് പുറത്തുമൊക്കെ അവരുടെ ആ ഒരു പേര് കടന്നു നിന്നിട്ടുണ്ട്. ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. അപ്പം നമുക്ക് ഇന്ന് ചെട്ടിനാട് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. ചേച്ചി അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണെന്ന് പറയാം. ഇതിനാവശ്യമുള്ളത് നമുക്ക് ചെട്ടിനാട് ചിക്കൻ വേണമെങ്കിൽ ബോൺലെസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ വിത്ത് ബോൺ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഫാമിലിക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കഴിവതും ബോൺലെസ് ആയിരിക്കും. ബോൺലെസ് ആയിരിക്കും. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ബോണോട് ചേർത്ത് തന്നെയാണ്. കുറച്ച് ബോൺ ഉണ്ട്, കൂടുതലും ബോൺലെസ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്ന ചെട്ടിനാട് ചിക്കനിൽ കോക്കനട്ട് ചേർക്കാതെയാണ്. അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കോക്കനട്ട് ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ബ്രൗൺ ആക്കിയിട്ട് ചേർക്കുന്ന ഒരു ചെട്ടിനാട് ചിക്കൻ ഒരു ഡിഷ് ഉണ്ട്. നമുക്ക് ഇന്ന് കോക്കനട്ട് ഇല്ലാത്ത ഒരു ഡിഷാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇപ്പം എല്ലാം ഈ പറഞ്ഞ പോലെ കോമ്പീറ്റന്റ് ആണ്. ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ടേസ്റ്റിയാണ്. ബട്ട് ഇത് ഒരു പ്രത്യേകതയുള്ള ഒരു ഡിഷാണ്. നമുക്കിത് പിന്നെ വേണ്ട ചെട്ടിനാടിൽ തന്നെ കോക്കനട്ട് ഇല്ലാത്തതാണ് നമ്മൾ ഉണ്ടാക്കാൻ ചെയ്യുന്നത്. ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ഓണിയൻ വേണം. യൂഷ്വൽ എല്ലാ ചിക്കൻ കറിയിലും ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഓണിയൻ. നമുക്ക് ഇതിന് നമ്മളിപ്പം ½ kg ചിക്കൻ എടുക്കുന്നുണ്ട്. ഒരു 2 ഓണിയൻ മതി. അത്രയും മീഡിയം ഓണിയൻ ആകുമ്പോൾ 2 എണ്ണം ചോപ്പ് ചെയ്തത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോയും നന്നായിട്ട് ചോപ്പ് ചെയ്തത് തന്നെ വേണം. എല്ലാ ടൊമാറ്റോ വേണം. ഇതിന് 2 ടൊമാറ്റോ, 2 ഓണിയൻ, 2 ടൊമാറ്റോ. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതിപ്പം ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഫ്രഷ് ആയിരിക്കണം എന്നേ ഉള്ളൂ. നമ്മള് പാക്കറ്റഡ് ഒന്നും മേടിക്കും. കുറച്ചുകൂടെ സോൾട്ട് വേണം അല്ലേ? അതിൽ പ്രിസർവേറ്റീവ്സ് ഉള്ളപ്പോൾ എന്തായാലും ആ ഒരു ഡിഷിന്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ബിക്കോസ് ചെട്ടിനാട് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രഷ് ആയിട്ട് അവര് അപ്പം ക്രഷ് ചെയ്ത് ആണ് എടുക്കുന്നത്. ഒന്നും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യും അവരുടെ എല്ലാ ഡിഷസും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗ്രീൻ ചില്ലി വേണം. അതും 2 എണ്ണം മതി. ചോപ്പ് ചെയ്യുന്നതാണ് 2 എണ്ണം. പിന്നെ വേണ്ടത് ക്യൂമിൻ സീഡ്സ് വേണം, ജീരകം, നല്ല ഫ്രഷ് ജീരകം വേണം. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ആണ്, അത് ആവശ്യമാണ്. പിന്നെ വേണ്ട മസാല ഒരു 4 ഐറ്റം ഉണ്ട്. അത് വേണ്ടത് ബേ ലീവ്സ്. അതൊരു കറുവ ഇലയാണ്. അത് ഡ്രൈ ആയിട്ട് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു ലീഫാണ്. അത് ഇതിൽ ഡിഷിൽ വേണം, അത്യാവശ്യമാണ്. പിന്നെ വേണ്ടത് സിനമൺ, ക്ലോവ്, കാർഡമം, കറുവാപ്പട്ട, അതല്ല ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട. പിന്നെ വേണ്ടത് നമുക്കിത് കടുക് പൊട്ടിച്ചിട്ടാണ് ഡിഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വേണം. അതെ, അതിന് നമുക്ക് ആവശ്യമുള്ളത് വെജിറ്റബിൾ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ അല്ല. യൂഷ്വൽ ചെട്ടിനാടിലെല്ലാം വെജിറ്റബിൾ ഓയിൽ. അങ്ങനെ നമുക്ക് ഓതന്റിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഓരോ ഡിഷിലും ഒരു വ്യത്യാസമുണ്ട്. ചിലതിൽ അവർ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും. പക്ഷെ പൊതുവെ ചെട്ടിനാട് ഐറ്റംസിൽ അവർ കൂടുതലും വെജിറ്റബിൾ ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെ, കാരണം കേരളത്തിലോട്ടാണ് കൂടുതൽ ഈ കോക്കനട്ട് ഓയിൽ യൂസേജ്. അങ്ങോട്ട് പോകുമ്പോൾ മസ്റ്റാർഡ് ഓയിലൊക്കെ അതെ, വ്യത്യാസമുണ്ട്. പിന്നെ വേണ്ടത് ജീരകം പൊടിച്ചത് വേണം, ക്യുമിൻ പൗഡർ വേണം. നമ്മൾ നേരത്തെ ക്യുമിൻ സീഡ്സ് ഇതിന് ആവശ്യമുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ക്യുമിൻ പൗഡർ ആവശ്യമുണ്ട്. പിന്നെ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി കുറേ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, കറിവേപ്പിലയും മല്ലിയിലയും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഉപ്പ്, അങ്ങനത്തെ പാകത്തിനുള്ള സാധനം. അതെ. പിന്നെ ഇവര് കുറച്ച് ഈ ഒരു ഡിഷില് ഇവര് കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക് ക്രഷ് ചെയ്തിട്ട് അതിനൊരു ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് അതിന്. സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അതിന് പകരം വേണമെങ്കിൽ പെപ്പർ പൗഡർ ക്രഷ്ഡിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. പെപ്പർ പൗഡർ എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് എടുത്ത പെപ്പർ പൗഡർ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ചെട്ടിനാടുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവരെല്ലാ ഐറ്റവും ഫ്രഷ് ആയിട്ട് അപ്പൊ ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ അപ്പൊ പൗഡർ ആക്കിയിട്ട് ഈവൻ സാമ്പാർ അവരുടെ സാധാരണ ഡിഷസിൽ പോലും അന്ന് ചെയ്തത് അവരെടുക്കും. എല്ലാം അങ്ങനെയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എല്ലാവരും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ആ പഴയ ചെട്ടിനാട് ആൾക്കാരുടെ സ്റ്റൈൽ ഇന്ന് ഫോളോ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരുണ്ട്. പക്ഷെ അവരോടൊക്കെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ തന്നെ പറഞ്ഞു ആ ഒരു ട്രഡീഷണൽ ആയിട്ട് അത് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, എളുപ്പത്തിന് ഷോർട്ട് കട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നമുക്ക് ഈ ഡിഷിന്ന് എല്ലാം തന്നെ ഇന്ന് എടുത്തായിട്ട് അങ്ങനെ തന്നെ ഇന്ന് അപ്പൊ ചേച്ചി നമുക്ക് ഇത് തുടങ്ങാം.
ഇത് ചിക്കൻ കറി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അത് നമുക്ക് ആദ്യം ഇതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് വേണം ബാക്കി ഐറ്റംസ് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പൊ എല്ലാ ചിക്കൻ കറിയിലും പക്ഷെ നമ്മൾ അങ്ങനെ കടുക് പൊട്ടിക്കില്ല, ചിലതിന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളിപ്പോ വെജിറ്റബിൾ ഓയിൽ ഞാൻ ആദ്യം പറഞ്ഞതൊരു നമ്മൾ ഹാഫ് കെ ജിയിൽ ഒരു കുറച്ചും കൂടെ ചിക്കൻ എടുത്തിട്ടുള്ളൂ. 1 kg അല്ല, 1 kg ആണെങ്കിൽ ഇതിന്റെ എമൗണ്ട് ക്വാണ്ടിറ്റി എല്ലാം മാറും. നമ്മളിതൊരു 650-700 ഗ്രാംസ് വരെ എടുത്തിട്ടുള്ളൂ. നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു ഇതിലെ പാത്രത്തിൽ തന്നെ ഇത് കുക്ക് ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത്. താഴേക്ക് പിടിക്കും. അത് തന്നെ, അത് ബോട്ടത്തിൽ പിടിക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് ഇനി ഇതിൽ വേറെ ഓയിൽ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഗീ ഒന്നുമില്ല. പ്രിപ്പറേഷനിൽ ഹെൽത്തിയാണ്, വെജിറ്റബിൾ ഓയിൽ ആയതുകൊണ്ട് ഗീ ഒന്നും ഇല്ല. പക്ഷെ ചെട്ടിനാട് ഐറ്റംസിലൊക്കെ അവർ ഒരുപാട് ഗീയും എല്ലാം യൂസ് ചെയ്യുന്നു. ഗീയുടെ ഫ്ലേവർ ഇടയ്ക്ക് കിട്ടാതെ. പക്ഷെ അന്നുള്ളവര് ഇതൊക്കെ യൂസ് ചെയ്താലും അവരുടെ ബോഡിയിൽ അതൊന്നും മെറ്റബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ഇന്നാണ് നമ്മളെല്ലാരും ജോബ്സിൽ അവിടെ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇതൊക്കെ കഴിച്ചാൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതൊക്കെ അഡ്വൈസബിൾ ആണ്. ഇത്രേ ഉള്ളൂ. അപ്പം ഹെൽത്ത് വൈസ് ഈ ഒരു ഡിഷിന് ഒരു പ്രശ്നവും ഇല്ല. നോൺ വെജ് ആണെങ്കിൽ തന്നെ, അതെ, നോൺ വെജ് ആണെങ്കിൽ തന്നെയും അതിന് വലിയ കോക്കനട്ട് ഓയിലിന്റെ പ്രശ്നം വരുന്നില്ല. വരാൻ ചാൻസ് ഇല്ല. ഓയില് നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തീ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും. ബെറ്റർ ഇത് ഓഫ് ചെയ്യണം, കാരണം നല്ല ചൂടല്ലേ. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട 3 ഐറ്റം ഉണ്ടല്ലോ. ഗ്രാമ്പൂ ഒന്ന് ക്രഷ് ചെയ്ത്, സോറി, നമ്മുടെ കാർഡമം, ഏലക്ക വേണമെങ്കിൽ ക്രഷ് ചെയ്തിടാം, അല്ലെങ്കിലും കുഴപ്പമില്ല. ഫുഡ് ആവും, കുഴപ്പമില്ല. ഇപ്പൊ ചിക്കൻ കുറച്ചല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിന് ഒരു ഏലക്കയുടെ അകത്തുള്ള കുഞ്ഞു സീഡ്സ് ഇല്ലേ, അത് ആക്ച്വലി ഉടഞ്ഞാലേ ആ ഫ്ലേവർ വരുള്ളൂ. കുക്ക്ഡ് ആകുന്ന ഐറ്റത്തിൽ ആ പ്രശ്നം വരുന്നില്ല. നമ്മുടെ ലാസ്റ്റ് ചില ഡിഷസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലാസ്റ്റ് നമ്മൾ വെറുതെ ഏലക്ക ഒരു ഫ്ലേവർ വരില്ല. അതുകൊണ്ടാണ് അത് ക്രഷ് ചെയ്ത്. ഇപ്പൊ ഇത് നമ്മൾ ഈ ഒരു ഡിഷിൽ ഫുള്ള് ഇത് കിടന്ന് കുക്ക്ഡ് ആവുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല, ക്രഷ്ഡ് ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഇതിലേക്കൊരു ക്ലോവ് 4-5 ഇട്ടു, കാടമം, ഏലക്ക 4-5 ഇട്ടു. ഇനി വേണ്ടത് കറുവാപ്പട്ടയാണ്, അതൊരു ചെറിയ പീസ് ആക്കിയിട്ട് 5-6 ഇട്ടാൽ മതി. ഇനി ബേ ലീവ്സ് ഇടണം. ഇത് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ്. വയനയിലല്ലേ? അതെ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ചെയ്യാം. കാരണം ഇത് ആ വലിയ തീ ആണെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് കൊണ്ടാണ്. ലോ ഫ്ലെയിം ആണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഇത്രയും കാലമായിട്ട് ഇടാം. ഇതൊന്നും മൂത്ത് പോകണ്ട, ഒരു ചെറിയ ചൂടായാൽ മതി. അപ്പൊ തന്നെ നമുക്ക് ഇതിലേക്ക് ഓണിയൻ ഇടാം. ഷോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഓണിയൻ ഉണ്ട്, അത് മുഴുവൻ ഇതിലേക്ക് ഇടാം. അത് ഗ്രീൻ ചില്ലി 2 ഇത് വേണമെങ്കിൽ എക്സ്ട്രാ 2-3 നമുക്ക് ഫാമിലി അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ട് വേണം ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ലൈറ്റ് ബ്രൗൺ ആവണ്ട, ബിക്കോസ് ചെട്ടിനാട് പ്രിപ്പറേഷനിൽ ചിലതിൽ അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഓണിയൻ അത്ര ലൈറ്റ് ബ്രൗൺ ആവണ്ടാണ്. ഈ ഒരു ഡിഷിൽ അത്രയും ആവണ്ട, ഒന്ന് ട്രാൻസ്പെറന്റ് ആയാൽ മതി. ജസ്റ്റ് ആ പച്ച ചോള പറയുന്നത്. അപ്പൊ ഇപ്പൊ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ട്രാൻസ്പെറന്റ് ആയി. ഇനി ഇത് ഒത്തിരി ബ്രൗൺ ആവണ്ട, അതിനൊപ്പം നമുക്കിനി ഇടാറുള്ളത് ജിഞ്ചർ ഗാർലിക് നമ്മൾ ക്രഷ് ചെയ്തതാണ്. പേസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ, ബട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പേസ്റ്റ്. ഇതൊരു നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ, അത്രയും മതി. 2 ടേബിൾ സ്പൂൺ വേണ്ട. ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ചിക്കൻ ഇത്രയേ ഉള്ളൂ. ഇത് ഒത്തിരി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കില്ല. അതിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇടാവുള്ളൂ. കാരണം ചിലർക്ക് അത് അറിയില്ല, ആദ്യമേ തന്നെ ഓണിയന്റെ കൂടെ പലരും ഇട്ട് അപ്പത്തെ ആ ഫ്ലേവർ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, വല്ലാതെ മൂത്ത് പോകും ജിഞ്ചറും ഗാർലിക്കും. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മളും ഇങ്ങനെ നാടൻ ചിക്കൻ കറി വെക്കുമ്പോൾ ആദ്യം
കടുക് പൊട്ടിച്ചിട്ട് ജീരകാളി ഇട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ശരിയാണ്, ഫ്ലേവർ വ്യത്യാസം ഉണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും അതല്ലാതെ ഒന്ന് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ബിക്കോസ് ഓണിയൻ സോട്ടായി ഒരു ഹാഫ് ഡണ്ണായി വരുമ്പോഴേ നമ്മൾ എപ്പോഴും ഈ ജിഞ്ചർ ഗാർലിക് ഇടാറുള്ളൂ. അല്ലെങ്കിൽ ആ ജിഞ്ചറും ഗാർലിക്കിന്റെ ആ ഒരു മൂത്ത് പോയ ടേസ്റ്റ് ആയിരിക്കും ആ ഡിഷിന് വരുള്ളൂ. ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ആ ഒരു റോസ്മെല്ല് പോകുന്നതിനും വരെ, പച്ചമണം മാറുന്നതിനും വരെ വഴറ്റണം. ഒത്തിരി അപ്പോഴും ശ്രദ്ധിക്കണം, ബ്രൗൺ ആയി പോകണ്ട ഒരുപാട്. നമുക്കറിയാം ആ റോസ് സ്മെല്ല് മാറുമ്പോൾ നമുക്കറിയാം നല്ലൊരു ഫ്ലേവർ വന്നോളും. ആദ്യമേ തന്നെ ഇപ്പൊ ഒണിയന്റെ കൂടെ ഇതിട്ടിരുന്നെങ്കിൽ ആ ഒണിയന്റെ സെയിം ആ ഒരു ഇതിലേക്ക് വരും ഈ ജിഞ്ചറും ഗാർലിക്കും. അത്രയും തന്നെ ഫ്രൈ ആയി പോകും. അത്രയും വേണ്ട. അതുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു ചെട്ടിനാട് ചിക്കനില് പ്രത്യേകിച്ചും ചെട്ടിനാട് അവരുടെ നോൺ വെജ് ഐറ്റംസിലൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവര് പറയുന്ന ആ ഒരു ഇത് തന്നെ ഫോളോ ചെയ്യണം. നമ്മൾ മാറ്റി നോക്കിയിട്ട് അയ്യോ ചെട്ടിനാട് ചിക്കൻ ഇതുപോലെ ആയില്ല, നമ്മളിപ്പം പുറത്ത് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കുമ്പോൾ ആ ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവര് പറയുന്ന അതേ എല്ലാം ക്വാണ്ടിറ്റിയിൽ നമ്മൾ മാറ്റം വരുത്തരുത്. അതുപോലെ അവരുടെ ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ അതേപോലെ തന്നെ ഫോളോ ചെയ്യുവാണെങ്കിലും അതേപോലെ നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. ഇപ്പൊ ജിഞ്ചറും ഗാർലിക്കും ആവശ്യത്തിനായി ഇത് മതി. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയില ഇനി നമുക്ക് ഇതിന്റെ പൗഡേഴ്സ് എല്ലാം ഇടാം. നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് ജീരകത്തിന്റെ പൊടി, പിന്നെ മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി തന്നെ യൂസ് ചെയ്യാം, അത് കളറിന് വേണ്ടിയിട്ടാണ്. ഇനി അതല്ല കുറച്ച് സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് മറ്റേ റെഡ് ചില്ലി പൗഡർ, നമ്മുടെ ചില്ലി പൗഡർ, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരളവില് സെയിം ഒരേ അളവ് അത് മതി. നമുക്ക് ആദ്യം കാശ്മീരി ചില്ലി പൗഡർ ഒരു 1 ടേബിൾ സ്പൂൺ മതി. മറ്റേ റെഡ് ചില്ലി ഇടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇടാം. ഇതിപ്പോ നമുക്ക് ഒരു കാര്യം ആദ്യം യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇതങ്ങ് ഫുൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഫുള്ളും സ്പൈസി കളറിന് വേണ്ടി മാത്രം 2 ടേബിൾ സ്പൂൺ ഫുൾ ഓഫ് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇതിൽ യൂസ് ചെയ്യാം. ഇൻ കേസ് മറ്റേ റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ അങ്ങനെ അതൊരു ഒരു മെഷർമെന്റിൽ ഇട്ടാൽ മതി. ഇനി വേണ്ടത് ക്യൂമിൻ ആണ്, ജീരകത്തിന്റെ പൊടി. അതൊരു 1/4 ടീസ്പൂൺ മതി, ധാരാളം. ഒന്ന് ചൂടാക്കിയിട്ട് വേണം എപ്പോഴും ജീരകം പൊടിക്കാനായിട്ട്. അതാണ് നല്ല ടേസ്റ്റ്. ഇത് പൊടിച്ചു വെച്ചാലും ഇതിന്റെ ഫ്ലേവർ പോകുമല്ലേ, പെട്ടെന്ന് അപ്പം എടുക്കുവാണ് നല്ലത്. ഫ്രഷ് ആയിട്ട് എടുക്കുന്നത്. ചെട്ടിനാട് ഐറ്റംസില് ഈ ജീരകത്തിന്റെ ഒരു ഫ്ലേവർ അത് മെഷർമെന്റ് കൂടി പോയാലും ഭയങ്കര ചിലർക്ക് ഒട്ടും പിടിക്കില്ല. അത് കറക്റ്റ് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഒട്ടും കൂടി പോവാതെ 1/4 ടീസ്പൂൺ ഇടാം. അത്രേ ഇടാം. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് 2 ടീസ്പൂൺ ഇട്ടാൽ 2 ടീസ്പൂൺ മതി, വളരെ അളവ് കുറവാണ് അല്ലേ. 2 ടീസ്പൂൺ ഇട്ടു. ഇനി മഞ്ഞൾപ്പൊടി. അത് പിന്നെ നമുക്കിപ്പോ പൊടിച്ചെടുക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഷോർട്ട് കട്ടിൽ വരുന്നത്. പണ്ടൊക്കെ ആയിരുന്നല്ലോ ചെട്ടിനാടിന് അവര് കണ്ടാൽ സമ്മതിക്കില്ല, കാരണം അവര് കറക്റ്റ് മഞ്ഞളൊക്കെ പൊടിച്ചാണ് എടുക്കുന്നത്. ഇന്ന് ഷോർട്ട് കട്ട് ചെയ്യുന്നവരാണ് കൂടുതലും. നമ്മളിത് ഇപ്പൊ 4 പൗഡേഴ്സ് ഇട്ടു. ഇനി നമുക്ക് ഒരു പൗഡർ കൂടി ഇതിൽ ഇടാനുണ്ട്, ഗരം മസാല. പക്ഷെ അത് ഈ ഐറ്റത്തിൽ അവര് ചെട്ടിനാട് ചിക്കനില് അവരത് ഈ പൊടി ഇടില്ല. കാരണം ഗരം മസാലയുടെ ഫ്ലേവർ നന്നായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് അത് സ്പ്രിങ്കിൾ ചെയ്യുള്ളൂ. ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്സൈഡ് ചെയ്ത് അത് പോകും. അതുകൊണ്ട് അത് ഏറ്റവും ലാസ്റ്റ് ഇടുന്നത്. നമ്മളിപ്പോ 4 പൗഡർ ഇട്ടു, കാശ്മീരി ചില്ലി പൗഡർ. അതിന്റെ കൂടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു റെഡ് ചില്ലി ഇടാം. പിന്നെ നമ്മൾ ഇട്ടത് ക്യുമിൻ, ജീരകം ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകത്തിന്റെ പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. ഇത് ഇനി ലോ ഫ്ലെയിമിൽ വേണം ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് ഇതിന്റെ കൂടെ ഒന്ന് യോജിപ്പിച്ചാൽ മതി. ഇത് ഇനി മൂത്ത് ഒരുപാട് ആ ഒരു വല്ലാത്ത സ്മെല്ലിലേക്ക് വേണ്ട, ഒരുപാട് കരിയുന്ന സ്മെല്ലിലോ വേണ്ട. പക്ഷെ നമുക്ക് റോസ് സ്മെല്ല് പോയി നമുക്ക് ഉറപ്പാവണം. പച്ച മണം ഉണ്ടല്ലോ പൊടികളുടെ അത് മാറണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നത്. നന്നായിട്ട് യോജിച്ചു. അതിന്റെ റോസ് സ്മെല്ലൊക്കെ മാറി. ഇപ്പൊ തന്നെ ഫ്ലേവർ വേറെ മാറുന്നുണ്ട്. ഇപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ മുഴുവൻ ഇടാം.
2 ടൊമാറ്റോ. നമ്മൾ ടൊമാറ്റോ ഒക്കെ ചോപ്പ് ചെയ്തിട്ടിട്ട് ഇതൊന്ന് കുക്കായി വരാനായിട്ട് ഇത്തിരി ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കരുത്. ഇടയ്ക്ക് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് പയ്യെ ഒന്ന് തീ കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ ആക്കുക. അങ്ങനെ അപ്പൊ പെട്ടെന്ന് കുക്കായി. പക്ഷെ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ അടി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ്. മസാലയും സ്മെല്ലും ആവും. അത് തന്നെ. അപ്പൊ ഇനി ഒരുവിധം ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് സ്മാഷ്ഡ് ആയി കണ്ടു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഈ ടൊമാറ്റോ നന്നായിട്ട് അതിന്റെ ആവശ്യത്തിന് വെള്ളമൊക്കെ തന്നെ ഇറങ്ങി നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഈ ഡിഷിന്. ഓയിൽ മാത്രം വെന്ത് വരുന്നത്. ഇപ്പൊ ഈ ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ആ ഒരു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് തന്നെ ഇറങ്ങി നന്നായിട്ട് വെന്തു. അതിനുശേഷമാണ് ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം. മെയിൻ കണ്ടന്റ് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഫുൾ സെറ്റ് ആയി നമ്മുടെ ടൊമാറ്റോ ഫുൾ കുക്ക് ആയി. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഇതിലിടുന്നത്. വലിയ സാധാരണ നാടൻ കറിക്കൊക്കെ വെക്കുന്ന അല്ല, ചെറിയ പീസസ് ആയിട്ട്, കൊച്ചു പീസായിട്ട് സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നത്. ഇനി ആ മസാല എല്ലാം കൂടെ നന്നായിട്ട് ചിക്കനിൽ മൊത്തം നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെച്ചാൽ എളുപ്പമല്ലേ? ഒരുപാട് സ്റ്റെപ്സ് ഒന്നും ഇല്ല. ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഉണ്ടെങ്കിൽ കൂടെ, പക്ഷെ എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നതാണ്. ഒരുപാട് ഓടി നടന്ന് മേടിക്കേണ്ട ഐറ്റംസ് ഒന്നും ഇതിലില്ല. എല്ലാം തന്നെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസ് മാത്രമല്ലേ ഉള്ളൂ. അതെ അതെ. അപ്പോ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി അത് മാത്രമേ ഉള്ളൂ. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കാം. ഇപ്പൊ ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ സോട്ട് ചെയ്യുന്ന ടൈം കുക്ക് ആവാൻ വേണ്ടിട്ട് മാത്രം. ഹൈയിലേക്ക് പോകണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും ഏത് ഐറ്റം നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ ബീഫ് അങ്ങനത്തെ പ്രിപ്പറേഷനിലൊക്കെയാണ് നമുക്ക് മാക്സിമം ഫ്ലെയിം ഇട്ടിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ചെയ്യുമ്പോൾ ഒക്കെയാണ് മാക്സിമം ഫ്ലെയിം ഇട്ടിട്ട് നമുക്ക് പോകാം. പക്ഷെ ഈ ഒരു ഡിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിൽ അധികം നോൺ സ്റ്റിക് ആണ്. ഇനി നമുക്കിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടാനില്ല, എല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്തു. ഇനിയും അല്ല, നമ്മുടെ പെപ്പർ പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അതിന് പകരം നമുക്ക് ക്രഷ് ചെയ്ത പെപ്പർ ഫ്രഷ് ആയിട്ടുള്ള കോൺസ് വേണമെങ്കിൽ ഇടാം. ഇതൊരു 1 ടീസ്പൂൺ തന്നെ. 1 ടീസ്പൂൺ വേണ്ട, അത് അപ്പോഴേക്കും നല്ല സ്പൈസി ആയിരിക്കും. ഹാഫ് മതി, ഹാഫ് ടീസ്പൂൺ നമുക്ക് ഇതിലൊന്ന് ക്രഷ് ചെയ്തിടാം. അല്ലെങ്കിൽ ഇടാം. ക്രഷ് ചെയ്താൽ വീണ്ടും എരിവ് കൂടും. കൂടുതൽ സ്പൈസി. ഈ സോൾട്ട് ഇടണം. ഉപ്പ് പാകത്തിന് ഇട്ടു. ഇനി ഇതിന്റെ ഇപ്പോൾ ഇനി പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ഈ സ്റ്റെപ്പ് വരെയായി. ഇത് ഒരുവിധം തീർന്നിരിക്കുകയാണ്. ഇനിയുള്ളത് കുക്കായി കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. ഇപ്പൊ നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കില്ല, ഒന്നും വേണ്ട. ഇതിനകത്ത് തന്നെ വെള്ളം വേണ്ട. ഇപ്പൊ തന്നെ ചിക്കനിൽ നിന്ന് ഓൾറെഡി നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കൊള്ളുമല്ലോ. അപ്പൊ ആ വെള്ളത്തിൽ തന്നെ കിടന്നത്. പിന്നെ ടൊമാറ്റോയുടെ ഗ്രേവി ആണ് ഇതിലുള്ളത്. നന്നായിട്ട് പിടിച്ചു. ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. എത്ര നേരം? ചിക്കൻ എത്ര പെട്ടെന്ന് കുക്ക് ആവുന്നു അത്രയും. ചിലപ്പോൾ നാടൻ ചിക്കൻ ഒക്കെ ആണെങ്കിൽ ടൈം എടുക്കും, കുറച്ച് നേരം. മറ്റേ ബ്രോയിലർ ആണല്ലോ പൊതുവെ എല്ലാവരും. അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുക്ക് ആയി കിട്ടും. 20 മിനിറ്റ്സ് അത്ര. 10 to 20 minutes മാത്രം. ഇനി നമ്മുടെ ചെട്ടിനാട് ചിക്കൻ റെഡിയായി. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോ ഇതിൽ ഇടാനുള്ളത് നമ്മുടെ ഗരം മസാല മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് പിന്നെ മല്ലിയില കറിവേപ്പിലയും ഗാർണിഷ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡിയായി. ഇപ്പൊ ഇത്തിരി ഗരം മസാല ഗാർണിഷ് ചെയ്ത് നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് നമ്മൾ ഒട്ടും കുക്ക് ചെയ്തിട്ടില്ല ഇത്. അപ്പൊ ഇതൊരു 1/4 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇടാം. ലാസ്റ്റ് മാത്രമേ നമ്മൾ ഇടുള്ളൂ, ഫ്ലേവർ അങ്ങനെ നിൽക്കണം. അതിനുശേഷം കറി ലീവ്സ്, പിന്നെ കൊറിയാണ്ടർ ലീവ്സ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമ്മൾ സ്പ്രിംഗിൾ ചെയ്ത് ഗരം മസാല, കൊറിയാണ്ടർ ലീവ്സ്, അത്രയും കറി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും കണ്ടു, ഭയങ്കര ഭംഗിയോടെ ചേച്ചി വെച്ചിരിക്കുകയാണ്. ഇനിയാണ് ആക്ച്വലി എൻ്റെ ഒരു കൈക്കടത്തൽ. ചേച്ചി പറയാതെ വയ്യ, നന്നായിട്ടുണ്ട്. താങ്ക് യു. നമ്മുടെ നോർമൽ ചിക്കൻ പോലെ അല്ല, കേരള സ്റ്റൈലിൽ നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. കേരള ടേസ്റ്റ് അല്ല. ചെട്ടിനാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ശീലമായി കഴിയുമ്പോൾ അതിനോട് ഒരു ഇഷ്ടം തോന്നുന്നു. ഫസ്റ്റ് ടൈം ഒക്കെ ഇപ്പൊ ചിലപ്പോൾ ഒരു 2-3 പ്രാവശ്യം കഴിച്ച് കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ലിറ്ററലി ചേച്ചി പറഞ്ഞ ഭയങ്കര റിച്ച് ആണ് ഫ്ലേവേഴ്സ് എല്ലാം തന്നെ. അത് എല്ലാ ഫ്ലേവേഴ്സും അറിയാൻ പറ്റും. സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. അതാണ് ഒരു പ്രത്യേകത. ചെട്ടിനാട് ഡിഷിന്റെ പ്രത്യേകത തന്നെയാണ്. ചേച്ചി അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചെട്ടിനാട് ചിക്കൻ സ്പെഷ്യൽ ആയിട്ട് ചെട്ടിനാട് അല്ലെങ്കിൽ ഈ ചിക്കൻ്റെ നമുക്ക് വിട്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ വിട്ടുപോകാൻ പാടില്ല എന്ന് ചേച്ചി വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു ടിപ്സ് വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞു തരാൻ പറ്റുമോ? ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിൽ ഒരു പിശുക്കം വരുത്തരുത്. അത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കേരള സ്റ്റൈലിൽ സാധനങ്ങൾ ഡിഷസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ ഇഷ്ടത്തിനൊന്ന് മാറ്റി വെക്കാൻ പറ്റും. പക്ഷെ ഇതങ്ങനല്ല. ഇവരുടെ റിച്ച് ആണ് എല്ലാ സാധനവും. ഒന്നും വിട്ടുപോകരുത്. എല്ലാം ആ പറഞ്ഞിരിക്കുന്ന അതേ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ഡെലിഷ്യസ് ആണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു.